Craft production. Briefly discuss the craft production in North India during 550 to 1300 AD. Sometimes ironsmithy is in the form of presence, the blacksmith, whether in West Indian village, getting due to the harvest, as in Lakshabadadi, or at the very limit of rural society, in the forest settlement in North India, as in Harsha Charita. ലക്ഷപടതി പുഷ്പപ്രസാദ് എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതിൽ വെസ്റ്റ് ഇന്ത്യൻ വില്ലേജുകളിൽ ഹാർവസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. അയൺ സ്മിത്തിയെക്കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ റൂറൽ സൊസൈറ്റിയെക്കുറിച്ച് വളരെ പരിമിതമായിട്ടുള്ള തെളിവുകളെ അവശേഷിക്കുന്നുള്ളൂ. അതുപോലെ നോർത്ത് ഇന്ത്യയിലെ ഫോറസ്റ്റ് സെറ്റിൽമെൻറ്റ് ലൈവ്സിനെ കുറിച്ച് പരാമർശിക്കുന്ന ഹർഷചരിത എന്ന് പറയുന്ന ഗ്രന്ഥം ഭാണഭട്ടൻ എഴുതിയ ഒരു കൃതിയാണ്. ഇതിലും ഈ വില്ലേജേഴ്സിൻ്റെ ലൈഫിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അയൺ സ്മിത്തിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. When craftsmen are called karu, in generally are reported in land grand inscriptions. For example, Chandela charters and those from early medieval Kumaon Garhwal, also Karmanath Sthala, probably the working place of the artisans. ക്രാഫ്റ്റ്മെനെ കുറിച്ച് ലാൻഡ് ഗ്രാൻഡ് ഇൻസ്ക്രിപ്ഷനുകളിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ചന്ദേല ചാർട്ടേഴ്സ് എന്ന് പറയുന്നത്. We can be reasonably certain the presence of blacksmith among them. Larger bulk of inscription may at the times draw a nearer total blank on them, as in probably as in case with the inscription from early medieval Orissa. അപ്പോൾ ഇതിൽ പലതും പല ഇൻസ്ക്രിപ്ഷനിലും പരാമർശിക്കപ്പെടുന്നത് ഈ ബ്ലാക്ക് സ്മിത്തുകളെ കുറിച്ചായിരിക്കും എന്നുള്ളതാണ്. മധ്യകാല ഇൻസ്ക്രിപ്ഷനിൽ, പ്രത്യേകിച്ചും മിഡീവൽ ഒറീസയിലെ ഇൻസ്ക്രിപ്ഷനിൽ ഇത്തരത്തിൽ പരാമർശങ്ങളുണ്ട് എന്നുള്ള ബൾക്കായിട്ട്. ബട്ട് ഫ്രം ഒറീസ comes to the most solid evidence of massive scale, high skill of pharaohs and metalworking in the form of iron beams in the temples, when the times of wooden beams could be dispensed with altogether. അപ്പോൾ ഒറീസയിൽ അതിന് കൃത്യമായിട്ടുള്ള സോളിഡ് എവിഡൻസ് ഉണ്ട്. എന്തിന്? അയൺ സ്മിത്തിനെ കുറിച്ച്. അയേണ് മെറ്റൽ വർക്ക് ചെയ്യാനുള്ള കഴിവ് പരാമർശിക്കുന്നതിനുള്ള തെളിവാണ് ഒറീസയിലെ ടെമ്പിളുകൾ. മുൻപ് വുഡൻ പില്ലറുകൾ ഉണ്ടായിരുന്ന ഭാഗത്ത് അത് മാറ്റിയിട്ട് പിന്നീട് അയൺ പില്ലറുകളും അയൺ ബീമുകളും സ്ഥാപിക്കപ്പെട്ടതായിട്ടുണ്ട്. മാൾവ ഈസ് റിനോൺ ഫോർ ദി നൊട്ടബിൾ ധാർ അയൺ പില്ലർ presented the comparable instance. ഇതിനോട് അനുബന്ധമായിട്ട് നമുക്ക് കാണാവുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു തെളിവാണ് ധാർ അയൺ പില്ലർ എന്ന് പറയുന്നത് മാൾവയിലെ. The reputation of Indian sword in foreign territories serves as the significant testament of the expertise Indian iron craftsmen. ഇന്ത്യയിലെ ക്രാഫ്റ്റ്മെൻസ് എത്രത്തോളം കഴിവുള്ളവരായിരുന്നു എന്ന് പരാമർശിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് വിദേശ ഗ്രന്ഥങ്ങളിലും അതേപോലെ വിദേശീയ രാജ്യങ്ങളിലും അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സോഡിൻ്റെ പെരുമ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിർമ്മിതമായ വാളുകളുടെ
എക്സലൻസിനെ കുറിച്ച് അതിൻ്റെ ഫെയിമിനെ കുറിച്ചൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്. These swords made patterned blades were prized everywhere. Came to be called Damascus swords. അപ്പോൾ പല കേന്ദ്രങ്ങളിൽ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നതാണെങ്കിലും അത് പല സാഹിത്യ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കപ്പെട്ടിരുന്നത് ഡമാസ്കസ് സോഡ്സ് എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. So seems to have been a remarkable technology affinity between India and Islamic land to the worst to this respect. ഡമാസ്കസ് സോഡ് അല്ലെങ്കിൽ ബ്ലേഡ് എന്നൊക്കെ വിളിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും അറബ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഐക്യപരമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ രൂപം കൊണ്ടതായിരിക്കും. ആസ് അഹമ്മദ് അൽ ഹസൻ ആൻഡ് ഡൊണാൾഡ് ആർ ഹിൽസ് state their book Islamic Technology. In general, it is no exaggeration to say that Islam and India formed one culture area for a Damascus steel was concerned. ഇസ്ലാമിക് ടെക്നോളജി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അഹമ്മദ് അൽ ഹസനും ഡൊണാൾഡ് ആർ ഹില്ലും പരാമർശിക്കുന്ന കാര്യമുണ്ട്. ഇന്ത്യയും ഇസ്ലാമും ഒരേ സംസ്കാരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടവയാണ് ഡമാസ്കസ് സ്റ്റീൽസ് എന്നറിയപ്പെടുന്നത് എന്ന്. ദ ഏരിയ ദാറ്റ് വർ പ്രീവിയസ്ലി യൂട്ടിലൈസ്ഡ് ഫോർ അയൺ ഓർ എക്സ്ട്രാക്ഷൻ ആൻഡ് മെയിൻറ്റെയിൻഡ് ദർ യൂസേജ് ഇൻ ലേറ്റർ പീരിയഡ് വുഡ് ബി ലോജിക്കലി ഹാവ് കണ്ടിന്യൂഡ് ടു ദ ടാപ്പ് ഡ്യൂറിങ് ദ സ്പെസിഫിക് ടൈം ഫ്രെയിം ആൻഡ് ദ ഡിസ്കഷൻ ഇൻക്ലൂഡിങ് റീജിയൻ ലൈക്ക് ജാർഖണ്ഡ്. അപ്പോൾ ഇരുമ്പ് അയിരുകൾ ലഭ്യമായതും കുഴിച്ചെടുത്തതും അവ ഇത്തരത്തിലുള്ള ഇരുമ്പ് നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തിയതുമൊക്കെ കാലഘട്ടവും പ്രദേശവും ഒക്കെ അനുസരിച്ച് പഠനം നടത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരിടമാണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത്. താൽച്ചർ ഇൻ ഒറീസ ബിലീവ്ഡ് ഹാസ് ബി സപ്ലൈഡ് ഓർ ടു സ്മെൽറ്റേഴ്സ് ഓഫ് ദ റീജിയൻ. ഇറ്റ് ഡസ് നോട്ട് ദിസ് ഡേ ആസ് ഡസ് ദിസ് ഡേ. ഇന്നത്തെ കാലത്തെ പോലെ ഒറീസയിലെ താൽച്ചറും ഇപ്രകാരം ഇരുമ്പയിരുകൾ ഈ പ്രദേശങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നൊരിടമായിരുന്നു. ബട്ട് also get a reference to the production of iron and other metals, that is silver and copper, in western Punjab in the 7th century AD, to with no reference have been traced to the later period. So ഇരുമ്പ് മാത്രമല്ല, മറ്റ് ലോഹങ്ങളും ഉണ്ടായിരുന്നു. ഇരുമ്പിന് പുറമെ വെള്ളി, കോപ്പർ എന്നിവ വെസ്റ്റേൺ പഞ്ചാബിൽ 7ാം നൂറ്റാണ്ടിൽ ഉപയോഗിക്കപ്പെട്ടതായി. പക്ഷെ അതിനായിട്ടുള്ള കൃത്യമായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തെ അവശേഷിപ്പിക്കുന്നത്. ദിസ് ഹാസ് ബീൻ എക്സ്പ്ലെയിൻ, അപ്പോൾ പിന്നീട് വന്നതായിരിക്കുക എന്നുള്ളതാണ്. ദിസ് ഹാസ് ബീൻ എക്സ്പ്ലെയിൻ പ്ലോസിബിൾ ടു അവർ വ്യൂ ദ ടേംസ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് സ്മാൾ ഡിപ്പോസിറ്റ് ഓഫ് ഓസ് ദീസ് മെറ്റൽ ലോവർ ഹിമാലയത്തിൻ്റെ ലോവർ പ്ലേസ്, ശിവാലിക്, സാൾട്ട് റേഞ്ചുകൾ എന്ന് പറയുന്ന ഏരിയകളിലെല്ലാം ലോഹങ്ങളുടെ അയിരുകൾ ലഭ്യമായിരുന്നു, ചെറിയ തോതിലെങ്കിലും എന്ന് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ദേ കുഡ് ബി മൈൻഡ് ഓൺലി ഫോർ എ ലിമിറ്റഡ് പീരീഡ്, wherein after they were not noticed in later literature. അപ്പോൾ വളരെ ചെറിയ തോതിലേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ചെറിയ തോതിലുള്ള ഖനനമൊക്കെ ഇതിനു വേണ്ടി നടത്തപ്പെട്ടിരുന്നു ഈ പ്രദേശങ്ങളിൽ നിന്ന്. പക്ഷേ അതൊന്നും സാഹിത്യ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതല്ല. Their exhaustion would have led to the prospecting of other areas. Similarly, Kalhana report extensive state-led copper mining in hill of South Kashmir during 8th century AD. കൽഹണൻ കശ്മീരിൻ്റെ സൗത്ത് ഹില്ലിൽ കോപ്പർ ധാരാളമായി ഉണ്ടായിരുന്നു, കോപ്പർ ഖനനം നടന്നിരുന്നു എന്നുള്ളതിൻ്റെ പരാമർശം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വസ്തുതയെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മറ്റു റെക്കോർഡുകളൊന്നും പിന്നീട് നിലനിൽക്കപ്പെടുന്നതുമില്ല, രേഖകളൊന്നുമില്ല എന്നുള്ളതാണ്. ലാർജ് സ്കെയിൽ മിനറൽ പ്രൊഡക്ഷൻ നോൺ ഫെറോസ് മെറ്റൽസ് ഇൻക്ലൂഡ് ഫേമസ് പാഞ്ച്ഹിർ silver mines in northern Afghanistan
where 10,000 miners are reported to have been working to the 10th century. എ ഡി 10-ാം നൂറ്റാണ്ടിൽ നോർത്ത് അഫ്ഗാനിസ്ഥാനിലെ പാൻഷീറിൽ ഏകദേശം 10,000-ഓളം മൈനേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ധാരാളം മിനറൽസ്, ധാതുലവണങ്ങൾ ലഭ്യമായിട്ടുള്ള ഇടമാണ് ഇവിടെ. However, the large numbers and the indicator less of the quantity of silver deposit than the chaotic silver rush among the people. അപ്പോൾ ഈ ഖനനത്തിന് വേണ്ടി ഇത്രത്തോളം ആളുകൾ ഇവിടെ തമ്പടിക്കുകയും സിൽവർ ഒരു അമൂല്യ വസ്തു എന്ന നിലയിൽ വലിയ തോതിൽ ഖനനം നടക്കപ്പെട്ടിരുന്നു എന്നുമാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കപ്പെടേണ്ടത്. സിന്നബാർ, the only important ore of mercury, was being mined both in Gujarat, the 10th century AD, according to Al-Masudi, and a major source of gold in North India. The gold-bearing sounds of the river, most important of them, respect being Indus, attested by Abul Fasal. അതുപോലെ സിന്നബാർ, മെർക്കുറിയുടെ ഓറായിട്ടുള്ള അയിരായിട്ടുള്ള ഒന്നാണ് സിന്നബാർ. ഗുജറാത്തിൽ 10-ാം നൂറ്റാണ്ടിൽ ബോഷ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇതിൻ്റെ ഖനനം നടന്നിരുന്നു എന്ന് അൽ മസൂദി രേഖപ്പെടുത്തുന്നു. നോർത്ത് ഇന്ത്യയിൽ ഗോൾഡ് വഹിക്കുന്ന നദികളുണ്ട്. അപ്പോൾ സ്വർണത്തിൻ്റെ ഉറവിടം പ്രത്യേകിച്ചും ഇൻഡസ് നദിയുടെ പോഷക നദികൾ, ഇൻഡസ് നദികളിലൊക്കെ സ്വർണത്തിൻ്റെ നിക്ഷേപം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള, അതായത് റിവർ ബെഡിൽ നിന്ന് ഈ മണ്ണെടുത്ത് അത് അരിച്ച് അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രവൃത്തി നടന്നിരുന്നു എന്ന് അബുൽ ഫസൽ തൻ്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. A description how gold was obtained in Indus, the 11th century even, Al-Biruni work on mineralogy, Al-Jamahir fi Marifat at Jawahir. അൽബറൂണിയുടെ മിനറോളജിയെക്കുറിച്ച്, ധാതുലവണങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ് അൽ ജമാഹിർ ഫിത് മരീഫിത്ത് അത് ജവാഹിർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം. അപ്പോൾ 7-ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ഇൻഡസ് റിവറിൽ നിന്ന് ആളുകൾ ഗോൾഡ് നേടിയിരുന്നത്, എപ്രകാരമായിരുന്നു, അതിൻ്റെ പ്രവൃത്തി എന്തെല്ലാമായിരുന്നു ഇവർ എന്ന് വിവരിക്കുന്ന പുസ്തകമാണ് അൽബറൂണിയത്. നേപ്പാൾ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് കോപ്പർ, which was obtained also from tribal areas and beyond. In general, the existence of mines as well as prospecting for metal may also be discerned in the inscription of Kalachuris and Gahadawalas. Actual finds as well as epigraphs and literary reference add up to the impressive accounts of the numerous types and expert execution of a non-ferrous metal products. കോപ്പർ കൂടുതൽ ലഭ്യമായിട്ടുള്ള, അല്ലെങ്കിൽ കോപ്പറിനെ കുറിച്ചുള്ള ഉറവിടങ്ങൾ അടയാളപ്പെടുത്തപ്പെട്ടതുള്ളതാണ് നേപ്പാൾ. പ്രത്യേകിച്ച് നേപ്പാളിലെ ട്രൈബൽ ഏരിയസിലായിരുന്നു കോപ്പറിൻ്റെ ലഭ്യതയെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതിനു പുറമെ ഇത്തരത്തിലുള്ള മൂല്യവത്തായിട്ടുള്ള ലോഹങ്ങളുടെ, ലവണങ്ങളുടെയൊക്കെ ഖനനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ചില ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ലേഖനങ്ങളൊക്കെ 2 രാജവംശങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിലൊന്ന് കലച്ചൂരികൾ എന്നറിയപ്പെടുന്ന രാജവംശമാണ്, കലച്ചൂരീസ് ഡൈനാസ്റ്റി. മറ്റൊന്ന് ഗഹദവാല ഡൈനാസ്റ്റിയാണ്. ഈ 2 രാജവംശങ്ങളുടെയും ലിഖിതങ്ങളിൽ കോപ്പറിനെ കുറിച്ചുള്ള, കോപ്പറിൻ്റെ മൈനിങ്, ഖനനത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ എപ്പിഗ്രാഫിക് ലിറ്ററൽ റഫറൻസ് ധാരാളം മെറ്റൽ പ്രൊഡക്ഷനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട്. സ്റ്റോൺ, എർത്ത് ആൻഡ് വുഡ് പ്രൊവൈഡഡ് മെറ്റീരിയൽ ഫോർ എ നമ്പർ ഇമ്പോർട്ടൻറ്റ് ക്രാഫ്റ്റ്സ്. ലോഹങ്ങൾക്ക് പുറമെ കല്ലുകളിലും മണ്ണുകൊണ്ടും മരത്തിലുമൊക്കെ ധാരാളം വസ്തുക്കൾ നിർമ്മിക്കപ്പെട്ടിരുന്നു. സ്റ്റോൺ മാഷനറി, സ്കൾപ്ചേഴ്സ്, ലാപ്പിഡറി, പോട്ട് മേക്കിംഗ്, ബ്രിക്ക് മേക്കിംഗ്, കാർപ്പൻട്രി തുടങ്ങിയവയാണ്. അതിൽ
കൽപ്പണിക്കാരുണ്ട്, ശില്പവിദ്യക്കാരുണ്ട്, പാത്ര നിർമ്മാണക്കാരുണ്ട്, കട്ടകൾ നിർമ്മിക്കുന്നവരും ആശാരിപ്പണി ചെയ്യുന്നവരും, ഇങ്ങനെ പലതരത്തിലുള്ള വിഭാഗങ്ങളെന്നുണ്ടായിരുന്നു. All these are attested in varying degree, scale of detail of different region. ഓരോ പ്രദേശങ്ങൾക്കും പ്രദേശങ്ങളുടെ വൈവിധ്യത്തിനനുസരിച്ച് അവരുടെ തൊഴിലും അതിൽ നിന്ന് ലഭ്യമാവുന്ന ഉറവിടങ്ങളുടെയും ലഭ്യതയ്ക്കൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. Early medieval India saw a new phase of art and architecture in the distinct regional style. Stone sculptures in black basalt during the Pala period of eastern India, for instance, so very different from the stone image in sandstone and marble from western central India. Together they make early medieval India quite distinct from the preceding period of Indian history. ഇന്ത്യ ചരിത്രത്തിൽ മുൻകാലഘട്ടത്തേക്കാൾ വളരെ വൈവിധ്യമായിരുന്നു മധ്യകാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ. പ്രത്യേകിച്ചും സ്കൾപ്ചേഴ്സിൻ്റെയൊക്കെ ശില്പവിദ്യകളുടെയൊക്കെ തലങ്ങൾ എന്ന് പറയുന്ന കലകളിലും ശില്പവിദ്യകളിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ബസാൾട്ട്, ബ്ലാക്ക് ബസാൾട്ട് ശിലകളിൽ ഈസ്റ്റേൺ ഇന്ത്യയിലെ പാല കാലഘട്ടത്തിൽ ബ്ലാക്ക് ബസാൾട്ട് ശിലകളിൽ ശില്പവിദ്യ ചെയ്തിരുന്നു. എന്നാൽ സെൻട്രൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതേ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ വെസ്റ്റേൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതേ കാലഘട്ടത്തിൽ സാൻഡ് സ്റ്റോണിലും മാർബിളിലും ഒക്കെ ആയിരുന്നു ശില്പവിദ്യകൾ ചെയ്തിരുന്നത്. വളരെ വൈവിധ്യമായിട്ടുള്ള, ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് വൈവിധ്യമായിട്ടുള്ള രീതികളായിരുന്നു ഉപയോഗിക്കപ്പെട്ടിരുന്നത്. ദിസ് ന്യൂ ഫേസ് വിത്ത് എ എക്സ്റ്റെൻസീവ് ഷീപ്പ് നോട്ട് ഓൺലി ദ bespeaks many significant innovative on the craftsman's part, but also bears witness the honing their skill, classical perfection. ഇപ്പോൾ വളരെ വൈവിധ്യമായ വിശാലമായ രീതിയിൽ കരകൗശല വൈദഗ്ധ്യം വെളിവാക്കിയിരുന്നു എന്നുള്ളതാണ്. എത്രയെല്ലാം കഴിവുള്ളവരായിരുന്നു, അല്ലെങ്കിൽ പെർഫെക്ഷൻ ഉണ്ടായിരുന്നു അവരുടെ പ്രവൃത്തികൾക്ക് എന്നും നമുക്ക് ഈ ശില്പങ്ങളും ഈ ലിഖിതങ്ങളും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. എ സിഗ്നിഫിക്കൻറ്റ് കോമ്പണൻറ്റ് ഓഫ് നോൺ അഗ്രേറിയൻ എക്കോണമി ഈസ് സെൻറ്റേർഡ് അറൗണ്ട് സാൾട്ട് പ്രൊഡക്ഷൻ. ഇനി കാർഷികേതര സമ്പദ്ഘടനയുടെ മറ്റൊരു പ്രധാന തലമാണ് സാൾട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നു, ഉപ്പുൽപാദനം എന്ന് പറയും. Salt manufactures from the sea waters, coastal regions, both the western and eastern side. ഇന്ത്യയുടെ ഈസ്റ്റേൺ വെസ്റ്റേൺ രണ്ട് പ്രദേശങ്ങളും രണ്ട് സമുദ്ര തീരങ്ങളും കടൽ ജലങ്ങളിൽ നിന്ന് ഉപ്പ് നിർമ്മിക്കുക എന്നുള്ളത് പതിവായിട്ടുള്ള പ്രവൃത്തിയാണ്. അഡീഷണലി വാസ് ദ സോഴ്സ് ഫ്രം ദ ലൊക്കേഷൻ ലൈക്ക് സാമ്പാർ ലേക്ക് ഇൻ രാജസ്ഥാൻ, സാൾട്ട് റേഞ്ച്. ഇതിനു പുറമെ സമുദ്ര തീരങ്ങൾ മാത്രമല്ലാതെ സാമ്പാർ ലേക്ക്, രാജസ്ഥാനിലെ സാമ്പാർ ലേക്ക്, അതുപോലെ സാൾട്ട് റേഞ്ച്, ഇവിടെ നിന്നും ഉപ്പ് നിർമ്മാണങ്ങളുണ്ടായിരുന്നു എന്നുള്ള. പ്രത്യേകിച്ചും കൽച്ചൂരീസ്, ചന്ദേലാസ്, ഗഹദവാല രാജവംശങ്ങളുടെയൊക്കെ ഇൻസ്ക്രിപ്ഷനിൽ സാൾട്ട് പിറ്റുകളെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട്. Apart from primary agricultural activity, there were various craft rooted in rural production. ഗ്രാമീണ മേഖലകളിൽ പ്രധാനമായും കാർഷിക പ്രവൃത്തിയായിരുന്നു നടന്നിരുന്നത്. ഈ കാർഷിക വൃത്തിക്ക് അപ്പുറം ഗ്രാമീണ മേഖലകളിലും ചില ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ദീസ് ഇൻക്ലൂഡ് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ്, അതിലൊന്നാണ് തുണി വ്യവസായം എന്നുള്ളത്. മറ്റൊന്ന് ഓയിൽ എക്സ്ട്രാക്ഷൻ, ഷുഗർ പ്രോസസ്സിങ്, ആൽക്കഹോൾ പ്രൊഡക്ഷൻ, ലെതർ വർക്ക്. ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് പ്രൊഡക്ഷനുകൾ വില്ലേജേഴ്സിന് റൂറൽ ഏരിയയെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഗിവൺ ദർ സ്ട്രോങ് ടൈറ്റ് ടു അഗ്രികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, ഇറ്റ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദീസ് ക്രാഫ്റ്റ് ആർ എക്സ്റ്റെൻസീവ്ലി പ്രാക്ടീസ്ഡ്. ഈ പറയുന്ന ആൽക്കഹോളിക് പ്രൊഡക്ഷൻ, ലെതർ വർക്ക്, ഷുഗർ പ്രൊഡക്ഷൻ, ഓയിൽ എക്സ്ട്രാക്ഷൻ, ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ഒക്കെ കാർഷിക പ്രവൃത്തിയും അതിൻ്റെ കൂടെ മൃഗപരിപാലനം, ഇവയെല്ലാം ഒരുമിച്ച് ആണ് ഗ്രാമീണ മേഖലയിൽ നടന്നിരുന്നത്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. Among them, textiles held the particular significance and were more prominent in the sources compared to other products. എന്നാൽ മറ്റുള്ള ഉൽപ്പന്നങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ വൈവിധ്യമായ ഒന്ന് തന്നെയാണ് തുണി വ്യവസായം എന്ന് പരാമർശിക്കുന്നത്. A significant development in cotton textile technology took place during our period. In cotton gin, came between the 6th and 10th century.
കോട്ടൺ തുണി വ്യവസായത്തിൽ സാങ്കേതികവിദ്യ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, അതിൽ പ്രധാനമായും കോട്ടൺ ജിന്നിൻ്റെ ആവിർഭാവം 6-10 നൂറ്റാണ്ടുകൾക്കിടയിൽ ക്രാങ്ക് ഹാൻഡിലുകൾ, വേം ഗിയറുകൾ, കോട്ടൺ ഫൈബറിനെ സീഡിൽ നിന്ന് വേർതിരിക്കാൻ, വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് വേർതിരിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള ടെക്നോളജി എന്ന രീതിയിൽ ക്രാങ്ക് ഹാൻഡിലുകളും വേം ഗിയറുകളും ഒക്കെ രൂപപ്പെട്ടത് ഈ കാലഘട്ടത്താണ്. പ്രീ ഗുപ്ത പീരീഡിൽ ഇന്ത്യയിൽ ഈ കോട്ടൺ ടെക്സ്റ്റൈൽസ് നിലനിന്നിരുന്നു എന്ന് പറയും. പ്രത്യേകിച്ചും സ്പിന്നേഴ്സ് നിലനിന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ഹവർ ഡിഡ് നോട്ട് ഹാവ് യെറ്റ് അഡ്വാൻറ്റേജ് ദ സ്പിന്നിങ് വീൽ, ദ ഫസ്റ്റ് സീൻ ഇന്ത്യ AD 1350. 1350 യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സ്പിന്നിങ് വീലുകൾ അവതരിപ്പിക്കപ്പെട്ടത്, അതിൻ്റെ ഗുണം ലഭ്യമായി തുടങ്ങിയതും. എന്നാൽ സ്പിന്നേഴ്സുകൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. The early medieval source provide a list of great variety of textiles, cotton as well as wool, sanham, silk, rangoor deer's hair. ടെക്സ്റ്റൈൽസ് പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ടെക്സ്റ്റൈൽ പ്രോഡക്റ്റുകളാണ്. കോട്ടൺ ഉണ്ടായിരുന്നു, അതിന് പുറമെ വൂളുണ്ട്, സാൻഹെമ്പുകളുണ്ട്, സിൽക്ക് ഉണ്ട്, അതുപോലെ റാങ്കൂ ഡിയേഴ്സിൻ്റെ ഹെയർ ഉപയോഗിച്ചിരുന്നു തുണികൾ, വസ്തുക്കൾ രൂപം കൊടുക്കാൻ. There have probably been no systematic comparison the detail of these types mentioned in the earlier sources as far as we know, but P.K. Gowda showed Mashkari, the bird curtain of mosquito nets. അപ്പോൾ മുൻകാലത്ത് ഇത്തരത്തിലുള്ള വസ്ത്രനിർമ്മാണത്തെയും അതിൻ്റെ വൈവിധ്യമായ ഉറവിടങ്ങളെക്കുറിച്ചൊന്നും വലിയ തോതിൽ പരാമർശം എവിടെയുമില്ല. പക്ഷെ P.K. ഗോഡ മഷ്കാരിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു മഷ്കാരി എന്ന് പറഞ്ഞാൽ മൊസ്കിറ്റോ നെറ്റാണ്, ബെഡ് കട്ടനായിട്ട് ഉപയോഗിച്ചിരുന്നു, കൊതുകുവല നിർമ്മാണത്തെക്കുറിച്ച്. അതൊരു ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഇന്നോവേഷൻ ആയിരുന്നു എന്ന് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ദ ഫേമസ് ടൈ ഹാൻഡഡ് ടെക്നിക് വിത്ത് ഹബീബ് ഫൈൻഡ് earliest reference in Bhanabhatta's Harshacharita and another early medieval novelty. As a word chakra from the oil mill in Manusmriti and Mahabharata shows the oil mill employ rotary motion had been used since early first millennium CE at least. അപ്പോൾ ചക്ര എന്നുള്ള വാക്കിൻ്റെ അല്ലെങ്കിൽ വീൽ എന്ന ചക്രത്തിൻ്റെ ചക്ര എന്ന വാക്കിൻ്റെ സൂചന ഓയിൽ മില്ലുകൾ നിലകൊണ്ടിരുന്നു എന്നുള്ളതിനെയാണ്. മനുസ്മൃതിയിലും മഹാഭാരതത്തിലും ഇത് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഓയിൽ മില്ലുകൾ റോട്ടറി മോഷൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്, ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നു ഓയിൽ മില്ലിൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി. ഇത് കോമൺ എറയുടെ ക്രിസ്തുവർഷത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇതുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. An early medieval text, Bhagavata Purana, gives a fuller name of തൈലയന്ത്ര ചക്ര. മധ്യകാലഘട്ടത്തിലൊരു ഗ്രന്ഥമായിട്ടുള്ള ഭാഗവത പുരാണ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പൂർണ്ണമായി ഇതിന് പേര് നൽകിയിട്ടുണ്ട്. തൈലയന്ത്ര ചക്ര എന്നാണ് ഓയിൽ എക്സ്ട്രാക്റ്റിംഗ് മെഷീന് അവർ നൽകിയിട്ടുള്ള പേര്. ഓയിൽ മിൽ കെയിം ടു ബി സച്ച് എ റെഗുലർ ഫീച്ചേഴ്സ് ഓഫ് കോമൺ ലൈഫ് ദാറ്റ് സ്പീക്സ് ഓഫ് എ മെഷീൻ യന്ത്ര വാസ് ടു സ്പീക്ക് ആൻ ഓയിൽ മിൽ. ഓയിൽ മില്ലുകൾ ദൈനംദിന ജീവിതത്തിൻ്റെ, സാധാരണക്കാരായ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു പൊതുവായിട്ടുള്ള പദമാണ് മെഷീന് യന്ത്ര എന്നവർ പറഞ്ഞത്. യന്ത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ഓയിൽ മില്ലുകളെ തന്നെ ആയിരിക്കും എന്നുള്ള. ലെക്സിക്കൻ ടേക്ക് വേർഡ്സ് ലൈക്ക് യന്ത്രഗ്രാഹ്, യന്ത്രഗൃഹ, മെഷീൻ ഹൗസ് എന്നാണ് പറയുന്നത്. യന്ത്ര സദ്മാൻ എന്ന് പറഞ്ഞാൽ അതും ഹൗസ് തന്നെയാണ്. ടു മീൻ ഓയിൽ മിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഓയിൽ മാനുഫാക്ചറി എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ദാറ്റ് ദ ടേം യന്ത്രകുതി in the late 16th century AD inscription from Gujarat is rightly been understood an oil mill manufacture. AD 6-ാം നൂറ്റാണ്ടിൽ ഗുജറാത്തിൽ ഒരു രേഖയിൽ പരാമർശിച്ചിരിക്കുന്ന യന്ത്രകുടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓയിൽ മിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിയാണ്. An inscription from Himachal Pradesh dated 804 പരാമർശിക്കപ്പെടുന്ന ഹിമാചൽ പ്രദേശിലെ ഒരു രേഖയിൽ തൈല ഉത്പിട യന്ത്ര എന്ന് പരാമർശിക്കുന്നുണ്ട്.
ദിസ് പ്രോസസ് ഓഫ് ഉത്പിധാന മീൻസ് സ്ക്യൂസിങ്, പ്രസ്സിംഗ് എന്നാണ്, പിഴിഞ്ഞെടുക്കുക എന്നുള്ള. ആസ് അപ്പാരൻ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ആൻഷ്യൻ പ്രാക്ടീസ് ഓഫ് ഗ്രൈൻഡിങ് ദ സീഡ്സ് or oil extraction indicate the term thaila pesham in Panini grammar. പാണിനിയുടെ ഗ്രാമർ ഗ്രന്ഥത്തിലും തൈല പേശം എന്ന് പരാമർശിക്കുന്നതും ഓയിൽ എക്സ്ട്രാക്ഷനെ തന്നെയാണ്. However, more in common word oil mill in early medieval Sanskrit inscription, not യന്ത്ര. മധ്യകാലഘട്ടത്തിലെ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഓയിൽ മില്ലുകളെക്കുറിച്ചുള്ള പരാമർശം ഇപ്രകാരമായിരുന്നില്ല. യന്ത്ര അല്ലെങ്കിൽ ചക്ര എന്നുള്ള പരാമർശം അവിടെ ഉണ്ടായിരുന്നില്ല. ബട്ട് എ ന്യൂ ടേം, പകരം ഒരു പുതിയ പദമാണ് ഇവർ ഉപയോഗിച്ചത്. അപ്പാരൻ്റ്ലി വെർണാക്കുലർ ഒറിജിൻ ഘനക, ഗണക എന്നൊക്കെയാണ്. ഒക്കേഷണലി ആൾസോ കാൾഡ് ഘന ഓർ ഘ്രാനക. ദ ടേം ദാറ്റ് ന്യൂ പോപ്പുലർലി യൂസ്ഡ് ഓയിൽ പ്രഷർ ഘാനി and affiliated ഘനക rather than ചക്കി, the derivative of ചക്ര. ചക്കി എന്നൊക്കെ അറിയപ്പെടുന്നത് ചക്രത്തിൻ്റെ ഒരു ഡെറിവേറ്റീവായിട്ടുള്ള പദമാണ്, മറ്റൊരു പദമാണ്. അപ്പോൾ അതിൻ്റെ അതേ പദം തന്നെയാണ് ഈ പറയുന്ന സംസ്കൃതത്തിൽ പറയുന്ന ഘനക എന്ന് പറയുന്ന പദവും. അതർ കറൻറ്റ് ടേംസ് ഓഫ് ഓയിൽ മിൽ കൊൽഹു, ഇറ്റ്സ് ഓൾസോ കണ്ടർപാർട്ട് കൊൽഹുക, significantly shifted nomenclature, ചക്ര, യന്ത്ര, ഘനക ഓർ കൊൽഹുക. അപ്പോൾ സംസ്കൃത ഗോളിയോറിലെ 9-ാം നൂറ്റാണ്ടിൽ ഗോളിയോറിൽ നിന്ന് ലഭ്യമായ ഒരു സംസ്കൃത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പദമാണ് ഓയിൽ മില്ലുകൾക്ക് കൊൽഹു എന്നുള്ള പരാമർശം. അപ്പോൾ ഒരേ ഗണത്തിൽ വരുന്ന ചക്ര, യന്ത്ര, ഘനക, കൊൽഹുക എന്നുള്ളത് ഓയിൽ പ്രസ്സിനെ കുറിച്ച് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പദങ്ങളാണ്. ഇൻ ഹിസ് ഡിക്ഷണറി ദേശി വർക്ക്സ് കാൾഡ് ദേശിനമാല, ദ ഫേമസ് 12th century Jaina scholar Hemachandra listed kolhu as a term for sugar press, also described the process as one of nibidana, that means squeezing. ഹേമചന്ദ്ര എന്നറിയപ്പെടുന്ന ജൈന പണ്ഡിതൻ 12-ാം നൂറ്റാണ്ടിൽ തയ്യാറാക്കിയ അദ്ദേഹത്തിൻ്റെ സ്വദേശി വാക്കുകളുടെ ഡിക്ഷണറി ആയിട്ടുള്ള ദേശിനമാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊൽഹു എന്നുള്ള ടേം അദ്ദേഹം നൽകിയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ഷുഗർ പ്രഷർ എന്നുള്ളതാണ്. കരിമ്പിൽ നിന്ന് പഞ്ചസാര ഉണ്ടാക്കുന്നതിനായി കരിമ്പിൻ്റെ നീര് വേർതിരിക്കാനുള്ള യന്ത്രം എന്നുള്ള രീതിയിൽ. സിമിലർലി ദ ടേം സജസ്റ്റ് ദ സിമിലാരിറ്റി മെഷീൻസ് ഓഫ് ദ ഓയിൽ പ്രസ് ആൻഡ് ഷുഗർ പ്രസ്. ഈ പദം ഓയിൽ പ്രഷറിന് ആയിട്ടോ അല്ലെങ്കിൽ ഷുഗർ പ്രഷറുമായിട്ട് ഒരേപോലെ പരാമർശിക്കാവുന്നതാണ്. The flourishing state of the sugarcane processing industry across the North India is shown, of course, by the combined weight of numerous reference sugarcane cultivation products, sugar presser, the person engaged in the processing, distribution or the products. നോർത്ത് ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഷുഗർ കെയിൻ കൾട്ടിവേഷനെ കുറിച്ചും ഉൽപ്പാദനത്തെക്കുറിച്ചും ഷുഗർ പ്രഷറിനെക്കുറിച്ചും ഇതിൽ പങ്കെടുക്കുന്ന ആളുകളും ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഈ പദം അടയാളപ്പെടുത്തുന്നുണ്ട്. Perhaps the more remarkable things impressive scales with the sugar industry including sugar cane plantation spread out beyond the subcontinent of India from Iran, West Asia, North Africa to Spain and Sicily all during our period. ഇന്ത്യയിലെ ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഷുഗർ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നൊന്നായിരുന്നില്ല. വെസ്റ്റ് ഏഷ്യ, നോർത്ത് ആഫ്രിക്ക, ആഫ്രിക്കയിൽ നിന്ന് സ്പെയിന്, സിസിലി ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ നിർമ്മാണത്തെ, ശർക്കരയുടെ നിർമ്മാണത്തെയും അല്ലെങ്കിൽ ഷുഗർ കെയിനിൽ നിന്ന് അതിൻ്റെ ഓയിൽ, അതിൻ്റെ നീര് വേർതിരിച്ചെടുക്കുന്ന പ്രവൃത്തിയെക്കുറിച്ചുള്ള നോളജ് വിശാലമായിട്ടുള്ള ഒന്നാണ്. ജനറലി തോട്ട് ദാറ്റ് നോളജ് ഓഫ് ഷുഗർ കെയിൻ ഓർ ഷുഗർ മേക്കിംഗ് വാസ് ബ്രോട്ട് ഇൻ ടു ചൈന ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്നാണ് ചൈനക്കാർക്ക് ഷുഗർ കെയിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ചും ഇതിൽ നിന്ന്
പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചത് എന്നറിയപ്പെടുന്നു. ഏകദേശം മിഡ് 7th സെഞ്ച്വറി എന്ന് പറയാം, 7ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ. ദ എൻവോയ് ഓഫ് ടാങ് എംപറർ ഹു സെൻഡ് ടു ഇന്ത്യ ദി സ്പെസിഫിക് പർപ്പസ്. Re-examination of the evidence suggests that Indian Buddhist monk and 2 artisans from Magadha who were really responsible for the technology transferred to China about 647 to 648 AD. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ബുദ്ധിസ്റ്റ് പുരോഹിതന്മാരും 2 ആർട്ടിസാൻസും മഗധയിൽ നിന്ന് ആണ് അവരെന്ത് ചെയ്ത് ചൈനയ്ക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജി കൈമാറിയത്. അതും AD 647-48 കാലഘട്ടത്തിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ നൽകപ്പെടുന്നുണ്ട്. During this time they acquired knowledge about the techniques producing khanda, sharkara were 2 prized traditional varieties of sugar in India. അപ്പോൾ ചൈനക്കാർക്ക് എന്നാൽ ഓൾറെഡി ഷുഗർ പ്രൊഡക്ഷനെ കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നു. പക്ഷേ ശർക്കര രൂപപ്പെടുത്തുന്നത്, പഞ്ചസാര രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അറിവ് ഇന്ത്യയിൽ നിന്നാണ് അവർക്ക് ലഭ്യമായത് എന്നാണ് പറയപ്പെടുന്നത്. Details of these process, which had thus far remained unknown to historians of sugar industry, have happily been revealed by recent found fragment documents in China dated to 9th and 10th century, which reference, among other things, working of sugar press by oxen, the device seemingly being kolhu. മുകളിൽ പറഞ്ഞ ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ച്, ഷുഗർ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ വിശദമായ വിവരങ്ങൾ ചരിത്രത്തിൽ ഒരിടത്തും തന്നെ പരാമർശിക്കപ്പെടുന്നില്ല, അജ്ഞാതമായി കിടക്കുകയായിരുന്നു. പക്ഷേ സന്തോഷകരമായൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് അടുത്ത കാലത്ത് കിട്ടിയ ഒരു രേഖയിൽ, ആ രേഖ എന്ന് പറഞ്ഞാൽ 9-10 നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ടിട്ടുള്ള രേഖയാണ്. ആ രേഖയിൽ പരാമർശിക്കപ്പെടുന്നത് ഷുഗർ പ്രഷർ ഓക്സന ഉപയോഗിച്ചാണ്, കാളയെ ഉപയോഗിച്ചായിരുന്നു ഷുഗർ പ്രഷർ വർക്ക് ചെയ്തിരുന്നത്. ആ ഷുഗർ പ്രഷറിൻ്റെ പേര് കൊൽഹു എന്നാണ് അതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇന്ത്യൻ ഒറിജിനാണ് കൊൽഹു എന്നുള്ള പദം. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഈ യന്ത്രം ചൈനയിലേക്ക് ലഭ്യമായത് എന്ന് മനസ്സിലാക്കാം. The reference to several varieties of liquor as well as liquor makers point to liquor making to have been widely practiced craft. ഇനി ക്രാഫ്റ്റ് പ്രൊഡക്ഷനിൽ മറ്റൊന്നാണ് വൈവിധ്യമായ പലതരത്തിലുള്ള ലിക്കറുകൾ, പാനീയങ്ങൾ, മദ്യങ്ങൾ ഇന്ത്യയിൽ രൂപപ്പെടുത്തിയിരുന്നു, ഉണ്ടാക്കിയിരുന്നു, ലിക്കർ മേക്കിംഗ് പ്രോസസ്സ് നടന്നിരുന്നു എന്നുള്ളത്. 7th century account ഹുയാങ് സാങ് ആസ് വെൽ ആസ് ദ 12th century play. 7ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള ഹുയാങ് സാങ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിന് പുറമെ 12ാം നൂറ്റാണ്ടിലെ ഒരു നാടകമായിട്ടുള്ള ഒരു സാഹിത്യ ഗ്രന്ഥമായിട്ടുള്ള മഹാരാജ പ്രജയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഷോ ദ ലിക്കർ ടു ഹാവ് ബീൻ മേജർ സോഴ്സ് ഓഫ് സ്റ്റേറ്റ് റവന്യൂ, രാജ്യത്തിൻ്റെ മുഖ്യ വരുമാനത്തിൻ്റെ ഒരു പ്രധാന ഘടകം മദ്യമാണ് എന്ന് ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. വുഡ് സജസ്റ്റ് ദാറ്റ് ലിക്കർ വാസ് പ്രൊഡ്യൂസ് സബ്സ്റ്റാൻഷ്യൽ സ്കെയിൽ. അപ്പോൾ അത്രത്തോളം വലിയ അളവിൽ മദ്യം നിർമ്മിക്കപ്പെട്ടിരുന്നു എന്നാണ്. ആസ് ഇൻ ദ ഡീറ്റെയിൽസ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്, മെജോറിറ്റി ഓഫ് ഇന്ത്യൻ ഹിസ്റ്റോറിയൻ നോട്ട് സീൻ or have not been sensitive to it, even aware of it. The basic question whether these liquors and any of them were fermented only, both fermented and distilled. എന്നാൽ ചരിത്രകാരന്മാർ ഇതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച്, ഇന്ത്യൻ ചരിത്രകാരന്മാർ ഈ ലിക്വറിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചോ ഇവ ഫെർമെൻറ്റഡ് ആണോ ഡിസ്റ്റിൽഡ് ആണോ എന്നുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയോ അന്വേഷണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത്തരം പരാമർശങ്ങളൊന്നും പിന്നീട് നമുക്ക് ലഭ്യമായിട്ടില്ല. The process of tanning hits and creating related product is not extensively documented our sources. മൃഗത്തിൻ്റെ തുകലുകൾ എന്നറിയപ്പെടുന്ന ഈ തുകലുകൾ, അവയുടെ നിർമ്മാണവും അവ കൊണ്ട് ചെരുപ്പുകൾ ഉണ്ടാക്കുന്നു, ഷൂകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും വലിയ തോതിലൊന്നും നമുക്ക് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ സോഴ്സുകൾ ലഭ്യമല്ല.
An inscription from central India mentioning shoemaker, mochi. Another reference is found in രാജതരംഗിണി. അപ്പോൾ ഷൂമേക്കേഴ്സിനെ കുറിച്ച് മധ്യ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ഒരു രേഖയിലും മോച്ചി എന്നാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. കൽഹണൻ്റെ രാജതരംഗിണി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും പരാമർശിക്കുന്നുണ്ട്. ദ 10th century പശ്ചിം ഭാഗ ഇൻസ്ക്രിപ്ഷൻ ഫ്രം ഈസ്റ്റേൺ ഇന്ത്യ മെൻഷൻ ഡസൺ ഓഫ് ചർമ്മകാരാസ് ഇൻ ദ കണക്ഷൻ വിത്ത് മൊണാസ്റ്ററി, ബട്ട് ദേ സീം ടു ഹാവ് ബീൻ അറ്റാച്ച്ഡ് ടു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആസ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ്, കർമ്മകാരാസ് റാദർ ദാൻ ലെതർ വർക്കേഴ്സ് ടു ദ കാസ്റ്റ് ഓഫ് വിച്ച് ദേ ബിലോങ് ടു. ഇപ്പോൾ ഈസ്റ്റേൺ ഇന്ത്യയിൽ ഒരു 10ാം നൂറ്റാണ്ടിലെ പശ്ചിമഭാഗ എന്ന് പറയുന്ന ഇൻസ്ക്രിപ്ഷനിൽ ഈസ്റ്റേൺ ഇന്ത്യയിൽ നിന്ന് അത് പരാമർശിക്കപ്പെട്ടത് ഒരു ഡസൻ ചർമ്മകാര മൊണാസ്റ്ററിയുമായി ബന്ധപ്പെട്ടാണ്. ലെതർ വർക്കേഴ്സിനെ സൂചിപ്പിക്കുന്നുണ്ട്. ചർമ്മകാരാസ് എന്ന് പറഞ്ഞാൽ ലെതർ വർക്കേഴ്സാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ അഗ്രികൾച്ചർ വർക്കേഴ്സാണ്, കർമ്മകാരാസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. This phenomena of the professional caste of leather workers providing agrarian labor remains an important feature of Indian countryside even now. It's a craft specialization, being inadequate for regular livelihood, not full-time all-season job. ഇതിലെ പരാമർശം എന്ന് പറയുന്നത് ഇവരുടെ കാസ്റ്റ് വെച്ച് നോക്കിയാൽ ഇവർ ലെതർ വർക്കേഴ്സാണ്, പക്ഷേ ഇവരെന്ത് ചെയ്തിരുന്നു? അഗ്രികൾച്ചർ ലേബർ ചെയ്തിരുന്നു എന്നുള്ള. അപ്പോൾ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷന് വലിയ പണമൊന്നും ലഭിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ സീസണലായിട്ട് ഈ ജോലി ചെയ്യുകയും മറ്റുള്ള സമയങ്ങളിൽ അവർ കാർഷിക പ്രവൃത്തിയിൽ ഇടപെടാനുള്ള കാരണം എന്ന് പറയപ്പെടുന്നു. Okay, as a category part of framed leather workers in Gujarat, whose products rated as the best and costliest in the world, drew unstinted admiration the foreign observer like Al-Mazudi and Marco Polo. എന്നാൽ ഇന്ത്യയിൽ ഗുജറാത്തിലെ തുകൽ വ്യവസായികൾ അവരുണ്ടാക്കുന്ന ഷൂകൾ ലോകത്തെ ഏറ്റവും മനോഹരമായിരുന്നു എന്ന് വിദേശികളായിട്ടുള്ള അൽ മസൂദിയും മാർക്കോ പോളോയും വളരെ ആരാധനയോടുകൂടി അവരുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. മോസ്റ്റ് ലൈക്ലി ദ ഹൈഡ്സ് പ്രൈമർലി ഒറിജിനേറ്റഡ് ഫ്രം ദ ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ്. ഇനി തുകൽ എവിടെ നിന്ന് ലഭ്യമായി എന്ന് നോക്കിയാൽ നമ്മൾ ഇണക്കി വളർത്തുന്ന മൃഗങ്ങളുടെ തൊലി തന്നെയായിരുന്നു തുകൽ വർക്കിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്നത്. ഹർഷചരിതയിൽ പ്രത്യേകമായി പരാമർശിക്കുന്ന ഒരു കാര്യം, ഹർഷചരിത സജസ്റ്റ് സ്കിൻ ഓഫ് വൈൽഡ് അനിമൽസ് ടു ഹാവ് ബീൻ റെഗുലർലി യൂസ് ടു ലെതർ വർക്ക്. ലെതർ വർക്കിൽ കാട്ടുമൃഗങ്ങളുടെ വന്യജീവികളുടെ തൊലിയും ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇൻ ദിസ് ആസ് വെൽ ആസ് അദർ ആസ്പെക്ട് മോസ്റ്റ് നോട്ടബിൾ കാർപ്പൻട്രി ആൻഡ് ബാസ്ക്കറ്റ് മേക്കിംഗ്. Forests were important source of craftsmen of the rural area, especially rural area for the raw material. അപ്പോൾ കൊട്ട നിർമ്മാണം, അതുപോലെ മരത്തിൽ ശില്പവിദ്യ ചെയ്യുക അല്ലെങ്കിൽ കാർപ്പൻട്രി ആശാരിപ്പണി, വനത്തിൽ നിന്ന് ലഭ്യമാവുന്ന വനവിഭവങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കരകൗശല പ്രവൃത്തികൾ എന്നിവയെല്ലാം ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളാണ്. Elephants found in forest of Orissa served as a foundation in historical renowned ivory craftsmen. അപ്പോൾ ആനക്കൊമ്പിൽ തീർക്കുന്ന ശില്പങ്ങളെക്കുറിച്ച് ചരിത്രപരമായി നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്ന ഒറീസയിൽ നിന്നാണ്. ഒറീസയിലെ വനങ്ങളിൽ ഉണ്ടായിരുന്ന ആനകളിൽ അവയുടെ ആനക്കൊമ്പ് ഉപയോഗിച്ച് ക്രാഫ്റ്റ് ചെയ്യാറുണ്ട് എന്ന പരാമർശമുണ്ട്. ദിസ് റെപ്യൂട്ടേഷൻ പെർസിസ്റ്റ് ടു ദ ഏർലി മിഡീവൽ പീരീഡ് ആസ് ആൻ എവിഡൻസ് ബൈ ദ ഹദൂദ് ഉൽ ആം ഈ സെൻട്രൽ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ ആസ് വെൽ. Early medieval Jaina sources indicate involvement tribals, Pulindas, in the acquisition of ivory. അപ്പോൾ ഒറീസയിലെ തസ്കേഴ്സ് കൊമ്പനാനകളുടെ കാട്ടിൽ കഴിയുന്ന കൊമ്പനാനകളുടെ ആ കൊമ്പുകൾ ശേഖരിക്കപ്പെടുകയും വേട്ടയാടികൾ അത് ശേഖരിക്കപ്പെടുകയും അതിൽ നിന്ന് അത് ഉപയോഗിച്ചുകൊണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന്
ഹദൂദ് ഉൽ ആലം രേഖപ്പെടുത്തുന്നു. അതുപോലെ സെൻട്രൽ ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഒക്കെ ഐവറി ജൈന സോഴ്സുകളിൽ ജൈന മതഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. പുലിന്ദാസ് എന്നറിയപ്പെടുന്ന ട്രൈബൽസ് ഗോത്രവർഗക്കാർ ഈ ആനക്കൊമ്പുകൾ ശേഖരിക്കുകയും അവ ക്രാഫ്റ്റ് മാന് കൈമാറുകയും ചെയ്തിരുന്നു എന്നും പരാമർശിക്കപ്പെടുന്നു. ഇത്രയുമാണ് ഈ കാലഘട്ടത്തിലെ 500 മുതൽ 1300 വരെയുള്ള മധ്യകാല ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ.